ഹൈസ്കൂളിലെ കുട്ടികളുടെ പഠനോത്സവമാണ് ഇവിടെ അരങ്ങേറുന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ക്ലാസ് മുറികളിൽ ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഗെയിംസ്, പസിൽസ് തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തരങ്ങൾ പറയുന്നവർക്കുള്ള സമ്മാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെയ്യുന്നു. ഈ പഠനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ സ്വാമിനാഥൻ അവർകളാണ്. ഈ വേദി ഒരുക്കി തരുന്നതിന് അദ്ദേഹത്തിന്റെ സേവനവും സഹായവും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹത് വ്യക്തികൾ, പരിപാടികൾ അവതരിപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ചാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സത്തമംഗലം നിവാസികൾക്ക് പ്രിയങ്കരനും പരിചിതരുമായ ശ്രീ സ്വാമിനാഥൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഉദ്ദേശത്തെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി സർക്കാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഈ കേരളീയ സമൂഹമാകെ തന്നെ വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഈ അവരുടെ ക്ലാസ് മുറികളിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ആ പരിപാടിയാണ് പഠനോത്സവം എന്ന പേരിൽ നിന്നിവിടെ നടക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച അധ്യാപകരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും എല്ലാം തന്നെ മുൻകൂട്ടി തന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പഠനോത്സവം ഇത് വിജയോത്സവം, പഠനോത്സവം ഇത് വിദ്യോത്സവം. നാടിനു മുന്നിൽ മികവുകൾ കാട്ടാൻ തകിലുകൾ കൊട്ടി നമ്മുടെ ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറേക്കുള്ള ഒരു ചെറിയ സംസ്ഥാനമാണിത്. കേരളത്തിന്റെ അതിരുകൾ കിഴക്ക് സഹ്യപർവ്വതവും തെക്ക് പാറശാലയും വടക്ക് മഞ്ചേശ്വരവും പടിഞ്ഞാറ് അറബിക്കടലുമാണ്. 1956 നവംബർ 1-നാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചത്. അതിമനോഹരമായ 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. കേരള സംസ്ഥാനം ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയുന്നു. സാക്ഷരതാ നിരക്കിൽ മുന്നിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിലെ 14 ജില്ലകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേ. ജില്ല, കോവളം, പൊന്മുടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കൊല്ലം കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ലയാണ് കൊല്ലം. കടൽത്തീരമുള്ള ജില്ല, കശുവണ്ടി സായത്തിന് പേര് കേട്ട ജില്ല. വിജ്ഞാനത്തിൻ വിളനിലമല്ലോ വിദ്യകൾ പകരുമെൻ വിദ്യാലയം. അറിവിൻ കൈ
റോബോട്ടിക്സിൻ്റെയൊക്കെ ലോകത്തിലാണ്. നമ്മുടെ സ്കൂളിൽ ഒരു ATL അടൽ ടിങ്കറിംഗ് ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. റോബോട്ടിക്സിനെ അടിസ്ഥാനമാക്കിയിട്ട് അവിടുത്തെ നമ്മുടെ ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ചിന്ത പ്രവർത്തിപ്പിക്കുന്ന ഒരു കാറാണ് ഈ അടുത്തായിട്ട് നമ്മൾ കാണുന്നത്. പഠനോത്സവം ഇത് വിജയോത്സവം, പഠനോത്സവം ഇത് വിദ്യോത്സവം. നാടിനു മുന്നിൽ മികവുകൾ കാട്ടാൻ തകിലുകൾ കൊട്ടി ഞങ്ങൾ വരുന്നു. നാടിനു മുന്നിൽ മികവുകൾ കാട്ടാൻ തകിലുകൾ കൊട്ടി ഞങ്ങൾ വരുന്നു. ഉത്സവവേളം അറിവിൻ താളം നിറവിൽ നിറയും പഠനോത്സവം, പഠനോത്സവം ഇത് വിജയോത്സവം, പഠനോത്സവം ഇത് വിദ്യോത്സവം. നവസൂരങ്ങൾ ഞങ്ങൾക്കും അറിവിന്നക്ഷരമേളയിത, നവസൂരങ്ങൾ ഞങ്ങളൊരുക്കും അറിവിന്നക്ഷരമേളയിത. അക്ഷരജ്വാലകളാളിപ്പടരും അറിവിനുത്സവമേളയിത, അക്ഷരജ്വാലകളാളിപ്പടരും അറിവിനുത്സവമേളയിത. പഠനോത്സവം ഇത് വിജയോത്സവം, പഠനോത്സവം ഇത് വിദ്യോത്സവം. പഠനോത്സവം ഇത് വിജയോത്സവം, പഠനോത്സവം ഇത് വിദ്യോത്സവം. വിദ്യകൾ പകർന്നു വിജ്ഞാനത്തിൽ നിലനിലമല്ലോ, വിജ്ഞാനങ്ങളിൽ നിലനിലമല്ലോ. പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും